കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നതും വായിക്കുന്നതും ധ്യാനിക്കുന്നതും നമുക്ക് ആശ്വാസവും സമാധാനവും തരുന്നതാണ്. യേശു പറയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. കഷ്ടത ഇല്ലാത്ത ഒരു ലോകമല്ല, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഭാരങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തിലല്ല ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പ്രത്യാശ തരുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചു, കഷ്ടതയെ ജയിച്ചു, സാത്താനെ ജയിച്ചു, പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, എല്ലാറ്റിനെയും ജയിച്ചു ജയാളിയായി ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് നാളെ ജയാളിയായി ഈ ഭൂമിയുടെ ഭരണമേൽക്കുവാൻ എത്രയും പെട്ടെന്ന് വരും എന്നുള്ളതാണ് നമ്മുടെ ഏക പ്രത്യാശ. ആകയാൽ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വചനം പറയുന്നു, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. അതുകൊണ്ട് കഷ്ടങ്ങളിൽ തളർന്നു പോകല്ലേ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത്. ആമേൻ.